ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 2 ദിനവൃത്താന്തം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാം വാക്യം. യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യഹോശാഫാത്ത് രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനഭാഗത്ത് നാം കാണുന്നത്. രാജാവിന് തൻ്റെ ജീവിതത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുന്നു. ആ അനുഭവങ്ങളെല്ലാം ദൈവത്തോടുള്ള ആശ്രയത്തിൽ അതിജീവിക്കുവാനും മികച്ച ഭരണം കാഴ്ചവെക്കുവാനും യഹോശാഫാത്തിന് കഴിഞ്ഞു. അങ്ങനെ തൻ്റെ ജീവിതത്തിന് വിജയവും അർത്ഥവും കണ്ടെത്തുവാൻ രാജാവിന് സാധിച്ചു. അങ്ങനെയെങ്കിൽ രാജാവായ യഹോശാഫാത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പ്രതിസന്ധികളിലെ മനോഭാവം. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. ഇവിടെ യഹോശാഫാത്ത് രാജാവ് വലിയൊരു സൈന്യത്താൽ ചുറ്റപ്പെടുന്നു. അവർ അദ്ദേഹത്തോട് യുദ്ധത്തിന് വരുന്നതായിട്ടാണ് നാം കാണുന്നത്. അവിടെ അദ്ദേഹം ഭയപ്പെടുകയല്ല ചെയ്തത്, പിന്നെയോ ദൈവത്തെ അന്വേഷിക്കുന്നു. യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു എന്ന് കാണുന്നു. ഇവിടെ രാജാവും യഹൂദ ജനതയും ഒന്നടങ്കം ദൈവസന്നിധിയിൽ താഴ്മയോടെ അടുത്തു വരുന്നു. മാത്രമല്ല, ആയുധങ്ങളെക്കാൾ വലുത് ദൈവത്തെ സ്തുതിക്കുക അഥവാ മഹത്വപ്പെടുത്തുക എന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഗായക സംഘം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ആരെയാണ് ആദ്യം സമീപിക്കുന്നത് എന്ന് ചിന്തിക്കുക. രണ്ടാമതായിട്ട് ലോകത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ഇവിടെ യഹോശാഫാത്ത് ഭക്തനായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ആഹാബ് എന്ന രാജാവിൻ്റെ കുടുംബവുമായുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ നാശമുണ്ടാക്കി. തെറ്റായ സ്വാധീനങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ ഇവ ഒരു നല്ല കുടുംബത്തെ നശിപ്പിച്ചു കളയും. യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാം തൻ്റെ സഹോദരന്മാരെ കൊല്ലുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 22-ാം അധ്യായം അത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിനാൽ ജീവിത പങ്കാളിയെയും സുഹൃത്തുക്കളെയും തിരഞ്ഞെടുക്കുമ്പോൾ നാം ദൈവഹിതം തേടുക. അങ്ങനെ ദൈവകൽപ്പനകൾ ലംഘിക്കുന്ന കൂട്ടുകെട്ടുകൾ നമ്മുടെ തലമുറകളെ ബാധിക്കുമെന്ന് തിരിച്ചറിയുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ തുടങ്ങിയവ ദൈവത്തിന് വിട്ടുകൊടുക്കുക. യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ. അങ്ങനെ അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലോകത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഇടയാക്കണമേ. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങയിൽ അഭയം കണ്ടെത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ. ആമേൻ.